എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചായപലഹാരമാണ്. 4 മണിക്കുള്ള ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും ഇനിയിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഏത്തപ്പഴമൊക്കെ ഇഷ്ടമില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒന്ന് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. നിങ്ങളിപ്പോൾ ഏത് പാത്രത്തിലാണോ പച്ചരി അളന്നെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളും ചേർക്കണം. നമ്മളിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവില് അവിലും കൂടി ചേർത്തിട്ടാണ് അരക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൈവശം ഇപ്പോൾ അവിലില്ലെങ്കിൽ ചോറ് ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ പച്ചരി അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. പച്ചരി മിക്സർ ജാറിലേക്ക് മാറ്റി ഇനി നമുക്കിതിലേക്ക് കുറച്ച് അവില് കൂടെ ചേർക്കാം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കഴുകിയതിന് ശേഷം അരിയിലേക്ക് ചേർക്കാം. നിങ്ങൾ എടുക്കുന്നത് 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്താൽ മതിയാകും. ഇനിയിപ്പോൾ അവിലാണെങ്കിലും 1/2 കപ്പ് അളവിൽ ചേർത്താൽ മതിയാകും. അവില് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിന്റെ തോല് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും കേട്ടോ. ഒരു തരി പോലും ഫ്ലോപ്പ് ആകാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനും സാധിക്കും. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റ് പലഹാരങ്ങളെക്കാളൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പലഹാരങ്ങളാണ്. ഏലക്ക കുരു ചേർത്ത് കഴിഞ്ഞാൽ അരി അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ജീരകത്തിന്റെ സ്വാദിഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജീരകം ചേർത്തിട്ടില്ല. അങ്ങനെ അരി നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം നിറഞ്ഞു വന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റുവാണ്. ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ 1 കപ്പ് ശർക്കര പാനി നല്ല തിളച്ച ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ വെന്തു പോകും. 1 കപ്പ് ശർക്കര പാനിയും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മാവിന്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു മാവിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മാവ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ചെറിയ ഏത്തപ്പഴമാണിത്. ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പഴം വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നെയ്യിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പഴം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന പഴത്തിലേക്ക് കുറച്ച് നാളികേര കൊത്തുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പഴവും നാളികേരവും ഒന്ന് ചെറുതായിട്ട് മുരിവായി കിട്ടണം. അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റാം. പഴവും നാളികേരവും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ മുരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ അടപ്പത്തേക്ക് ഒരു കുക്കർ എടുത്ത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കൈവശം പാനാണ് ഉള്ളതെങ്കിൽ പാന എടുത്ത് വെച്ചാലും മതിയാകും. ഞാനിപ്പോൾ ഇതുപോലൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരവും പഴവും കൂടെ ചേർക്കാം. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെയായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു വറുത്ത ചേരുവകൾ ചേർക്കാം. ഇനി കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുക്കറിന്റെ വെയിറ്റ് ഇടാതെ വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ചെറിയ തീയിൽ ഒന്ന് വെന്ത് വരട്ടെ. നല്ലതുപോലെ വേവായി വരുമ്പോഴേക്കും ഇതിൽ നിന്നും ധാരാളം ആവി പുറത്തേക്ക് വരും. ആ ഒരു സമയത്താണ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ആവി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിൽ നിന്നും ധാരാളം ആവി പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിന്റെ ഒരു എയറെല്ലാം പോയി വന്നപ്പോൾ നമുക്ക്
ഈ കുക്കറിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ കുക്കറിന്റെ ചൂടൊന്ന് ആറിയതിനു ശേഷമാണ് കുക്കർ തുറന്ന് നോക്കേണ്ടത്. നമ്മുടെ പലഹാരം ദാ ഇതുപോലെയാണ് ഇവിടെ ആയി വന്നിട്ടുള്ളത്. കണ്ടോ, അരികു ഭാഗമൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ചൂടൊന്ന് ആറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പലഹാരം ഇപ്പൊ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മറിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പലഹാരം ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വൈകിട്ടത്തെ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ പലഹാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ല സോഫ്റ്റ് പലഹാരമാണ്, നല്ല ആരെടുത്ത പലഹാരമാണ്. എല്ലാ ഭാഗവും നല്ല പോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.